my dear students, welcome to ASAP. നമ്മൾ ഇന്ന് നോക്കുന്നത് ടൈം ആൻഡ് വർക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. A is 20% more efficient than B. How much time will they take working together to complete a job which A alone could have done in 29 days? എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ടാൾക്കാരുണ്ട്, എയും ബിയും. എ എന്ന് പറയുന്നത് ബിനേക്കാൾ 20% മോർ എഫിഷ്യൻ്റ് ആണ്. 20% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രാക്ഷണൽ വാല്യൂ എത്രയാണ്? 1/5. രണ്ടാൾക്കാരുണ്ട്, എയും ബിയും. ഞാൻ എഫിഷ്യൻസിയാണ് പറയുന്നത്. ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് എ ഈസ് 20% മോർ എഫിഷ്യൻറ്റ് ദാൻ ബി. ബിനേക്കാൾ 20% ആരാണ് എഫിഷ്യൻറ്റ്? എ ആണ് എഫിഷ്യൻറ്റ്. അപ്പം ബിയുടെ എഫിഷ്യൻസി 5 ആണെങ്കിൽ എൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 6 ആണ്. ഓക്കെ അല്ലേ? ബിൻ്റെ എഫിഷ്യൻസി 5 ആണെങ്കിൽ എൻ്റെ എഫിഷ്യൻസി 6 ആണ്. ഇനി അടുത്ത് എന്താ പറയുന്നത്? രണ്ടാൾക്കാരും കൂടെ ഒരുമിച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ടൈം കൊണ്ടാണ് നമ്മുടെ വർക്ക് തീർക്കുക? നമുക്ക് തന്നേക്കുന്നത് നോക്ക്, വിച്ച് എ അലോൺ കുഡ് ഹാവ് ഡൺ ഇൻ 29 days. എ ഒറ്റക്കാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കും? 29 ദിവസം കൊണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എ വർക്ക് ചെയ്യുന്ന ദിവസം, എ എത്ര ദിവസം വർക്ക് ചെയ്യുന്നത്? 29 ദിവസം. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 6 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ വർക്ക് 29 × 6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക്. ഇനി നിങ്ങളുടെ അടുത്ത് പറയുന്നത് എയും ബിയും കൂടെ ഒരുമിച്ചിട്ട് വർക്ക് ചെയ്യുകയാണ്. എയും ബിയും ടൈം ടേക്കൺ ബൈ എ പ്ലസ് ബി, അതായത് എയും ബിയും ഒരുമിച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് വർക്ക് തീരുക? ടോട്ടൽ വർക്ക് എത്രയാ? നമ്മൾ കണ്ടുപിടിച്ചു 29 × 6. ഇനി നോക്കടാ, ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? എയും ബിയും. അപ്പോൾ എൻ്റെയും ബിൻ്റെ എഫിഷ്യൻസി നോക്ക്, 6 + 5 എത്ര വരും? 11. എത്ര? 9 × 6 54. 2 6 12, 12 5 17. 174/11 days. നമുക്ക് ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 2 persons A and B working separately can sanitize a building in 6 hours and 10 hours respectively. They work in stretches of 1 hour alternately. A begins at 8 AM. Then when will the work be finished? നമ്മളോട് പറഞ്ഞേക്കുന്നത് രണ്ടാൾക്കാരുണ്ട്, എയും ബിയും. അവർ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, ഒരു ബിൽഡിംഗ് സാനിറ്റൈസ് ചെയ്യാണ്. അപ്പം എ ഒറ്റക്കാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ കൊണ്ടും ബി ഒറ്റക്കാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10 മണിക്കൂർ കൊണ്ടാണ് വർക്ക് തീർക്കുക. ഇവിടെ നമുക്ക് ആദ്യം എ വർക്ക് ചെയ്തു, പിന്നെ ബി വർക്ക് ചെയ്തു, പിന്നെ എ, പിന്നെ ബി, ഇങ്ങനെയാണ് വർക്ക് പോകുന്നത്. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോക്ക്, ദേ വർക്ക് ഇൻ സ്ട്രെച്ചസ് ഓഫ് 1 hour alternately. ഇനി പറയുന്നത് എ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മണിക്കാ? 8 മണിക്കാണ്. അങ്ങനെയെങ്കിൽ എത്ര മണിക്കാണ് വർക്ക് ഫിനിഷ് ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പം രണ്ടാൾക്കാരുണ്ട്, എ ഉണ്ട്, ബി. എ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്? എ വർക്ക് ചെയ്യുന്നത് 6 hour, ബി എന്ന് പറയുന്നത് 10 hour. നമ്മൾ എന്തെടുക്കണം? നമ്മൾ LCM മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ LCM എത്രയാണ് വരുന്നത്? 30. അങ്ങനെയെങ്കിൽ എഫിഷ്യൻസി 30/6, ഇവിടെ 5, 30/10 3. നോക്ക്, നമ്മോട് പറഞ്ഞിട്ട് ആദ്യം എ, പിന്നെ ബി, എ ബി, ഇങ്ങനെ പോകുന്നത്. എ ബി ഇങ്ങനെയാണ് വർക്ക് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യത്തെ വർക്ക് ആര് സ്റ്റാർട്ട് ചെയ്യും? എ സ്റ്റാർട്ട് ചെയ്യും. പിന്നത്തെ അവർ ആര് വർക്ക് ചെയ്യും? ബി സ്റ്റാർട്ട് ചെയ്യും. അതായത് 2 മണിക്കൂറിൽ തീരുന്ന വർക്കാണ് 8. മനസ്സിലാവുന്നുണ്ടോ? 2 മണിക്കൂറിൽ എത്ര വർക്ക് തീരും? 8 വർക്ക് തീരും. ഇവിടെ ആകെ എത്ര വർക്ക് ഉണ്ട്? 30 വർക്ക്. നോക്കി, ഈ 8ൻ്റെ ഒരു മൾട്ടിപ്പിൾ 30 എന്ന് പറയുന്നത് 8ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് എഴുതാൻ പറ്റില്ല. അപ്പം 30-ന് താഴെ 8ൻ്റെ മൾട്ടിപ്പിൾ എത്രയാണ് വരുന്നത്? 24. എത്രയാണ് വരുന്നത്? 24. അപ്പോൾ ഞാനിവിടെ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയെങ്കിൽ ഞാനിവിടെ, അപ്പോൾ നോക്ക്, 6 hourൽ 24 വർക്ക് തീരും. മനസ്സിലാവുന്നുണ്ടോ? 6 hourൽ 24 വർക്ക്. ഇത് നോക്കി, എ ബി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇനി ബി കഴിഞ്ഞു, ഇനി ആര് വരണം? എ വരണം. അപ്പോൾ 1 മണിക്കൂറും കൂടെ. അപ്പോൾ നോക്ക്, 1 മണിക്കൂർ കഴിഞ്ഞ് ആര് വരണം? എ വരണം അല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, +5. അപ്പോൾ നോക്ക്, ഇവിടെ 7 hourൽ എത്ര? 29. ഇനി നമുക്ക് ടോട്ടൽ വർക്ക് എത്രയാ? നമുക്ക് 30 വരുന്നത്. ഇവിടെ നോക്ക്, 29 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു വർക്കും കൂടെ, ഒരു വർക്ക് എടുക്കണമെങ്കിൽ ആരാ വരേണ്ടത്? ബി ആണ് വേണ്ടത്. ബി വരികയാണെങ്കിൽ 3 വർക്ക് എടുക്കും. അത് വേണോ? ഫുൾ വർക്ക് എടുക്കേണ്ട കാര്യമില്ല. എത്ര മതി?
ഫുൾ വർക്കിൽ ഒരു വർക്ക് എടുത്താൽ മതി. അപ്പോൾ നോക്ക് 7 1/3 അവർ കഴിയുമ്പോൾ എത്ര വർക്ക് തീരും? നമ്മുടെ ഫുൾ വർക്ക് തീരും. ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ടു ഡു എ സർട്ടൻ ടാസ്ക് എക്സ് വുഡ് ടേക്ക് 3 times ആസ് ലോങ് ആസ് വൈ ആൻഡ് സെഡ് ടുഗദർ ആൻഡ് സെഡ് വുഡ് ടേക്സ് 4 times ആസ് ലോങ് ആസ് വൈ ആൻഡ് എക്സ് ടുഗദർ. 3 of them together can complete the task in 10 days. How much time is taken by x and z to complete the task? നമ്മളോട് പറഞ്ഞേക്കുന്നത് എക്സ് ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 3 times വർക്ക് എടുക്കും. ആരെ അപേക്ഷിച്ച്? വൈയും സെഡും എടുക്കുന്ന വർക്കിനേക്കാൾ 3 times ലോങ് ആണ് എക്സ് എടുക്കുന്ന വർക്ക്. അതുപോലെ തന്നെ സെഡ് ഒരു വർക്ക് എടുക്കുന്നത് വൈയും എക്സും വർക്ക് എടുക്കുന്നതിൻ്റെ 4 times ആണ് സെഡ് ഒരു വർക്ക് എടുക്കുന്നതെന്നാണ്. പിന്നെ തന്നേക്കുന്നത് 3 പേരും കൂടെ ഒരുമിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് വർക്ക് തീരും. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. ആദ്യം അതൊന്ന് ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മളോട് പറഞ്ഞേക്കുന്നത് എക്സ് എന്ന് പറയുന്നത് 3 times വൈ ആൻഡ് സെഡ് ടുഗദർ. ഞാനിപ്പോൾ എഴുതിയേക്കുന്നത് ഇവരെടുക്കുന്നതിൻ്റെ 3 times ആണ് എക്സ് എടുക്കുന്ന ടൈം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാനിവിടെ റേഷ്യോ എഴുതുകയാണേ. എക്സ് ബൈ വൈ പ്ലസ് സെഡ് എന്ന് വെച്ചാൽ എന്ത് കിട്ടും? 3/1. ഇനി അടുത്ത കാര്യം, നേരത്തെ തന്നിരിക്കുന്നത് സെഡ് എടുക്കുകയാണെങ്കിലോ 4 times എക്സ് പ്ലസ് വൈ. അങ്ങനെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ സെഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ എന്ത് കിട്ടും? 4/1. നോക്കടാ, നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നതും ടൈം എന്ന് പറയുന്നതും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ടൈമാണ്. അപ്പോൾ എഫിഷ്യൻസി എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എഫിഷ്യൻസി എഴുതുകയാണെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് സെഡ് എന്ന് വെച്ചാൽ 1/3. ഓക്കെ അല്ലേ? ഇവിടെ സെഡ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ 1/4. ഇനി നോക്ക്, ഇതിൻ്റെ 3ൻ്റെ എഫിഷ്യൻസി ഇവിടെ എന്ത് കിട്ടും? ആഡ് ചെയ്യുക. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എത്ര കിട്ടും? 4. ഇവിടെയാണെങ്കിലോ സെഡ് പ്ലസ് എക്സ് പ്ലസ് വൈ എത്ര കിട്ടുന്നത്? 5. നമുക്ക് 3ൻ്റെയും കൂടെ എഫിഷ്യൻസി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് 4ഉം ഇവിടെ കിട്ടുന്നത് 5ഉം. അപ്പോൾ അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം 3ൻ്റെ എഫിഷ്യൻസി ആഡ് ചെയ്യുമ്പോൾ ഒരേ നമ്പർ കിട്ടണം. അപ്പോൾ നമുക്ക് നമ്പർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് LCM എടുക്കുക. നോക്കടാ, ഇവിടെ 4ഉം 5ഉം LCM എത്ര കിട്ടും? 20 വരും. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? ഇതിനെ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ എന്ത് ചെയ്യുക? 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതേ പരിപാടി നമ്മൾ ഇവിടെയും ചെയ്യണം. ഓക്കെ, ഇവിടെ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കടാ, എക്സിൻ്റെ എഫിഷ്യൻസി 5, വൈ പ്ലസ് സെഡിൻ്റെ എന്തായി? 3 × 5 15. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 20 വരും. ആ പരിപാടി തന്നെ ഇവിടെ. നോക്കി, ഇവിടെ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ 4, സെഡിൻ്റെത് 4. ഇവിടെ നോക്ക്, എക്സ് പ്ലസ് വൈ 4 × 4 16. 16 + 4 എത്ര വരും? 20 കിട്ടും. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നിൻ്റെ എഫിഷ്യൻസി, എക്സ് എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ നിന്ന് എഴുതാം സെഡ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി അടുത്ത് നോക്ക്, വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് 15. സെഡിൻ്റെ വാല്യൂ 4 ആണ്. അങ്ങനെയെങ്കിൽ വൈൻ്റെ വാല്യൂ എത്ര വരും? 11. ഓക്കെ ആണോ? അത് കറക്റ്റ് അല്ലേ? നോക്ക്, ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 16, എക്സിൻ്റെ വാല്യൂ 5. അങ്ങനെയെങ്കിൽ വൈൻ്റെ വാല്യൂ എത്ര വരും? 11. അപ്പോൾ നമുക്ക് എക്സിൻ്റെ എഫിഷ്യൻസി, വൈൻ്റെ എഫിഷ്യൻസി, സെഡിൻ്റെ എഫിഷ്യൻസി കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കടാ, ഇവിടെ പറയും നോക്ക്, 3 of them together can complete the task in 10 days. 3 ആൾക്കാരും കൂടെ ഒരുമിച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരും? 10 ദിവസം കൊണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയാ? 10 ദിവസം. എത്രയാണ് വർക്ക് ഉള്ള ദിവസം, അതേ ഇൻറ്റു ടോട്ടൽ എഫിഷ്യൻസി. നോക്ക്, 5 + 4 9, 9 + 11 20. അപ്പോൾ ടോട്ടൽ വർക്ക് 200. ഓക്കെ ആണോ? ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എക്സും സെഡും ഒരുമിച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കടാ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സും സെഡും ഒരുമിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ടോട്ടൽ വർക്ക് എത്രയാ? 200 അല്ലേ? ഡിവൈഡഡ് ബൈ എക്സിൻ്റെ എഫിഷ്യൻസി 5ഉം സെഡിൻ്റെ എഫിഷ്യൻസി 4ഉം. 5 + 4 9. 200/9 എത്ര വരും? 22. 2/9 days. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? 22 2/9 കേട്ടോ. 22 2/9. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഒന്ന് വായിച്ച് നോക്കാം. At a construction site, Raju can paint a wall in 36 hours.
while Angad can do the same work in 18 hours. Sumit can paint the same wall in 24 hours. How much time can they paint the wall if they all work together? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 ആൾക്കാരുണ്ട്. ആരൊക്കെയുള്ളത്? രാജു, അങ്കിത്, സുമിത്, അങ്ങനെ 3 ആൾക്കാരുണ്ട്. നമ്മോട് പറഞ്ഞേക്കുന്നത് രാജു എത്രയാണ് ടൈം എടുക്കുന്നത്? 36 ആണ് കേട്ടോ. അങ്കിത് ആണെങ്കിൽ 18 ആണ്. അടുത്ത ആളാണെങ്കിൽ സുമിത് ആണെങ്കിൽ 24. നമുക്ക് ഡാറ്റ എഴുതുന്നത് 36, 18, 24. LCM എത്ര വരും? 144. എഫിഷ്യൻസി എത്ര വരും? 144/36 എത്ര വരും? 4. ഇനി അടുത്തത് 144/18 എത്ര വരും? 8. ഇനി അടുത്തത് 144/24 എത്ര വരും? 6. ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് 3 ആൾക്കാർ ഒരുമിച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ടൈം എടുക്കും? 3 ആൾക്കാർ ഒരുമിച്ചെന്ന് പറയുമ്പോൾ രാജു, അങ്കദ്, സുമിത്ത്. ടോട്ടൽ വർക്ക് 144 ഡിവൈഡഡ് ബൈ എല്ലാവരുടെ എഫിഷ്യൻസി 4 + 8 12, 12 + 6 18. എത്ര വരുടാ? 8. എത്ര വരും? 8. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്ക്, ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ഗ്രൂപ്പ് ഓഫ് മെൻ കമ്മിറ്റഡ് ടു കംപ്ലീറ്റിംഗ് എ ടാസ്ക് ഇൻ 20 days. The work was completed in 40 days because 5 workers did not come for work. Determine the number of men who originally agreed to do the work. എന്താ പറഞ്ഞേക്കുന്നത്? കുറച്ച് ആൾക്കാർ 20 ദിവസം കൊണ്ട് വർക്ക് തീർക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയത്? 40 ദിവസം കൊണ്ട്. റീസൺ എന്താ? 5 ആൾക്കാർ വർക്കിന് വന്നില്ല. ഇത് നമ്മുടെ ചെയിൻ ഫോർമുല. ചെയിൻ ഫോർമുല എന്താണ്? M1 D1 T1/W1 ഈക്വൽ ടു M2 D2 T2/W2. ഇതിനകത്ത് തന്നിരിക്കുന്ന ഡാറ്റ മാത്രം എഴുതിയാൽ മതി. എത്ര ദിവസം കൊണ്ടാണ് വർക്ക് തീർക്കണം വിചാരിച്ചത്? 20 ദിവസം കൊണ്ട്. എത്ര ആൾക്കാരുണ്ടേന്നു? അത് നമുക്കറിയില്ല, X. ഇനി നമ്മുടെ വർക്ക് തീർന്നത് എത്ര ദിവസം കൊണ്ടാണ്? 40. റീസൺ എന്താ? 5 ആൾക്കാർ പ്ലാൻ ചെയ്തത് X ആൾക്കാരാണെങ്കിൽ 5 ആൾക്കാർ അതിനകത്ത് വന്നില്ല. കട്ട് ചെയ്യുക, അല്ലത് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് X ഈക്വൽ ടു 2x - 10. 10നെ എങ്ങോട്ട് എടുക്കുക? അപ്പോൾ X ഈക്വൽ ടു എന്ത് കിട്ടും? 10. അതായത് 10 ആൾക്കാരെയാണ് ഇനീഷ്യലി പ്ലാൻ ചെയ്തിരുന്നത്. 5 ആൾക്കാർ വന്നില്ല, അതുകൊണ്ട് അത് 40 ദിവസം കൊണ്ടാണ് വർക്ക് തീർന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നോക്കട്ടെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കേ. A alone can do a work in 14 days. B alone can do the same work in 28 days. C alone can do the same work in 56 days. They start the work together and completed the work such that B was not working on last 2 days and A did not work in last 3 days. How many days total ആയിട്ടുള്ള വർക്കാട്ടോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിനകത്ത് ടോട്ടൽ കൊടുത്തേക്കുന്നത്. how many days ടോട്ടൽ കൊടുത്തേക്കുന്നത് was the work completed. എന്താ പറഞ്ഞേക്കുന്നത്? 3 ആൾക്കാരുണ്ട്. എ ഒറ്റക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ 14 ദിവസം കൊണ്ടും, ബി ഒറ്റക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ 28 ദിവസം കൊണ്ടും, സി ഒറ്റക്കാണ് വർക്ക് ചെയ്യുന്നതിന് 56 ദിവസം കൊണ്ടാണ് വർക്ക് തീരുക. തന്നിരിക്കുന്ന ഡാറ്റ ഒന്ന് എഴുതാം. 3 ആൾക്കാർ എ, ബി, സി. എ എത്രയാണ്? 14 ദിവസം, ബി 28, സി 56. ഓക്കെ അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? They start the work together and complete the work such that B was not working on last 2 days. ലാസ്റ്റ് 2 ഡേയ്സിൽ ആരും വർക്ക് ചെയ്യുന്നില്ല? ബി വർക്ക് ചെയ്യുന്നില്ല. ലാസ്റ്റ് 2 ഡേയ്സിൽ ബി വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് 3 ഡേയ്സിൽ എ വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ വർക്ക് എത്ര ദിവസം കൊണ്ടാണ് തീരുക എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കട്ടെ, ആദ്യം നമുക്ക് LCM എടുക്കാം. 14, 28, 56. എത്ര? 56ൻ്റെ ഇരട്ടി 112. അങ്ങനെയെങ്കിൽ എഫിഷ്യൻസി എത്ര വരും? 112/14. നമുക്ക് 7 ആണെങ്കിൽ 2 കൊണ്ടാണെങ്കിൽ എത്ര വരും? ഇവിടെ 7, 56. ഇവിടെ എത്ര വരും? എഫിഷ്യൻസി ഇവിടെ 8. ഇവിടെ എത്ര വരും? ഇത് 4. ഇവിടെ എത്ര വരും? 2. ഓക്കെ അല്ലേ? ഒറിജിനലി ഇവർ 3 പേരും ഒരുമിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 112 ഡിവൈഡ് ബൈ എത്ര എടുത്താൽ മതി? 12 + 2 14 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ലാസ്റ്റ് 2 ഡേയ്സിൽ ബി വർക്ക് ചെയ്തില്ല, ലാസ്റ്റ് 3 ഡേയ്സിൽ എ വർക്ക് ചെയ്തില്ല. അപ്പോൾ ആ വർക്ക് എന്ത് ചെയ്യണം? അഡീഷണലി ആഡ് ചെയ്യണം. 3 ദിവസത്തെ എൻ്റെ വർക്ക് എന്ന് വെച്ചാൽ 3 × 8 എത്ര വരും? 24. 2 ദിവസത്തെ ബീൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ 2 × 4 8 എത്ര വരും? 14.
144. അപ്പം വർക്ക് നമുക്ക് 112 അല്ലേ ഉള്ളത്. എത്ര ഉണ്ട് ഇപ്പം? 144. ഇനി ആ വർക്ക് എന്ത് ചെയ്യണം? എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് എത്ര വരും? 10ഉം 14. കട്ട് ചെയ്യാമല്ലത് കട്ട് ചെയ്യാം. നമുക്ക് 2 വെച്ചിട്ടാണെങ്കിൽ 7 72. എത്ര വരും? 72/7 days. എത്ര വരുന്നത്? 72/7 days. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തേക്കുന്നത് ടൈം ആൻഡ് വർക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്